എജു ബോർഡിന്റെ മക്കൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ മക്കളുടെ എക്സാം ഒക്കെ ഇങ്ങ് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് പഠനഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് ബസ് വന്നിട്ടുള്ളത്. ഇതെന്തായാലും എൻ്റെ മക്കളെ മിസ് ചെയ്യരുത്. എക്സാമിന് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഷുവർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ ഏകബീജ പത്രസസ്യങ്ങളെക്കുറിച്ചും ദ്വിബീജ പത്രസസ്യങ്ങളെക്കുറിച്ചും അതായത് മോണോകോട്ടിലിഡനും ഡൈക്കോട്ടിലിഡനും പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. ഡൈക്കോട്ടിലിഡൻ സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് ചോദിച്ചാൽ എൻ്റെ മക്കൾ പറയില്ലേ എന്തൊക്കെയായിരുന്നു ഡൈക്കോട്ടിലിഡൻ സസ്യങ്ങൾ? ജാക്ക് ഫ്രൂട്ട്, അതേപോലെ മാംഗോ ട്രീ, കാഷ്യൂ, ഇതൊക്കെ എന്താണ് ഡൈക്കോട്ടിലിഡൻ സസ്യങ്ങളാണ്. മോണോകോട്ടിലിഡൻ ആയാലോ പാഡി, വീറ്റ്, മെയ്സ്, ഇതൊക്കെ എന്താണ് മോണോകോട്ടിലിഡൻ ഏകബീജ പത്രസസ്യത്തിന് ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ രണ്ടാക്കാൻ പറ്റും. ഈ കടലയൊക്കെ നമുക്ക് എളുപ്പത്തിൽ രണ്ടാക്കാൻ പറ്റില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ഡൈക്കോട്ടിലിഡൻ ദ്വിബീജ പത്രസസ്യം എന്ന് പറഞ്ഞാൽ. അതായത് അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. യെസ്, നമ്മളൊരു സസ്യം മുളച്ചു വരുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്താണ്? അതായത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്താണ്? റാഡിക്കിളാണ്. അതായത് എൻ്റെ മക്കൾ വീഡിയോ പോസ് ചെയ്തിട്ട് അടിയിൽ കമൻറ്റ് ചെയ്യണേ. യെസ്, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ മുളച്ചു വരുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്താണ്? റാഡിക്കിളാണ്. ഈ റാഡിക്കിളാണ് പിന്നീട് എന്താവുന്നത്? റൂട്ടായി മാറുന്നത്. എന്താണ് സ്റ്റെം ആവുന്നത്? പ്ലമ്യൂളാണ് സ്റ്റെം ആയിട്ട് മാറുന്നത്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും. അതായത് നാര് പോലെയുള്ളതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇങ്ങനെ ശാഖകളായി വളരുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ചോദിച്ചാലോ ബാംബു, പാഡി, വീറ്റ്, ഇതൊക്കെ എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. നെല്ല്, ഗോതമ്പ്, മുള, ഇതൊക്കെ. പിന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റം പറഞ്ഞാൽ ഈ ജാക്ക് ഫ്രൂട്ട് ട്രീ ആയാലും മാംഗോ ട്രീ ആയാലും ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ തായ്വേര് പടലത്തിന് ഉദാഹരണമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ റെറ്റിക്കുലേറ്റ് വീനിയേഷനും പാരലൽ വീനിയേഷൻ. ഇങ്ങനെ നേരെ പോകുന്നതാണ് പാരലൽ വീനിയേഷൻ. ജാലിക പോലെ കാണുന്നതാണ് എന്താ റെറ്റിക്കുലേറ്റ് വീനിയേഷൻ എന്ന് പറഞ്ഞാൽ. ഈ മാവും പ്ലാവും ഒക്കെ എന്താണ് റെറ്റിക്കുലേറ്റ് വീനിയേഷന് ഉദാഹരണമാണ്. ഈ വാഴ, പാഡി, ഇതൊക്കെ എന്താണ് നമ്മുടെ പാരലൽ വീനിയേഷന് ഉദാഹരണമാണ്. ഓക്കെ, യെസ്. ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടോ? അതായത് വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. ഈ ജലത്തിലൂടെയാണ്, വാട്ടറിലൂടെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത്. അങ്ങനെ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത് നമ്മുടെ ഹൈഡ്രോപോണിക്സ്. ഈ ഇലയാണ്, ലീഫാണ് എന്ത് ഈ ഒരു സസ്യങ്ങളുടെ അടുക്കള, കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫാണ്. അപ്പം ലീഫ് വരുന്നതിന് മുമ്പ് അവർക്ക് എവിടുന്നാ ഫുഡ് കിട്ടുക? അവർക്ക് എവിടുന്ന എൻഡോസ്പേമിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടിലിടൽ നിന്നാണ് അവർക്ക് എന്ത് കിട്ടുക? ഫുഡ് കിട്ടുക. അപ്പോൾ ഓക്കെ, കാറ്റിൽ നിന്നും ത്രൂ വിൻഡ് വഴി വിത്ത് വിതരണം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അതായത് മിൽക്ക് വീഡ്, പപ്പോസ്, മഹാഗണി, പൈൻ, മേപ്പിൾ, ഇതൊക്കെയാണ് ത്രൂ വിൻഡ് വഴി വിത്ത് വിതരണം നടത്തുന്നത്. ത്രൂ വാട്ടർ, കോക്കനട്ട്, മാൻഗ്രൂവ്, ലോട്ടസ്, ഇതൊക്കെ എന്താണ് വെള്ളം വഴി വിത്ത് വിതരണം നടത്തുന്നതാണ്. ബൈ ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിൽ ലേഡീസ് ഫിംഗർ, റബ്ബർ, ബാൽസം, അതായത് വെണ്ട, റബ്ബർ, കാശിത്തുമ്പ, ഇതൊക്കെ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നതാണ്. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ടായി മലനാട്, ഇടനാട്, തീരപ്രദേശം, അതായത് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ. ഹൈലാൻഡ് ആണെങ്കിൽ എബവ് 75 മീറ്റർ, 75 മീറ്ററിന് മുകളിലുള്ളതാണ്. എബവ് 75 മീറ്റർ ആണ് ഹൈലാൻഡ് ഏരിയ. പിന്നെ ഏറ്റവും താഴെയുള്ളത് കോസ്റ്റൽ ഏരിയ 7.5 മീറ്റർ വരെ, 7.5 മീറ്റർ വരെയുള്ളതാണ് കോസ്റ്റൽ ഏരിയ. നടുവിലുള്ള മിഡ്ലാൻഡ് ആണെങ്കിൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ളതാണ് എന്താ മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ പ്രവാസിയ ഭാരതീയ ദിവസം ആചരിക്കുന്നത് എന്നാണ്? പ്രവാസിയ ഭാരതീയ ദിവസം എപ്പാണ്? ജനുവരി 9. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 9 പ്രവാസിയ ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? നേതാജി എന്നറിയപ്പെടുന്നതാണ് സുഭാഷ് ചന്ദ്രബോസ്. ചില സമയത്ത് ഇങ്ങനെ ഫോട്ടോസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ മക്കളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഖാവർ ഖാൻ, ഭഗത് സിംഗ്, അക്കാമചറിയൻ, ഇത്രയും ആളുകളുടെ മുഖങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? മറന്നു പോരുത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഇന്ത്യയുടെ വാനമ്പാടി അല്ലെങ്കിൽ ഏഷ്യയുടെ വാനമ്പാടി, ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ ഓർ നൈറ്റിംഗേൽ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നതാണ് സരോജിനി നായിഡു. പിന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്, അതിർത്തി ഗാന്ധി അതായത് ബോർഡർ ഗാന്ധി, ബോർഡറിനെ ഇങ്ങനെ ബോർഡറിൽ നയിച്ചു നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പോലെ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, അതാണ് ബോർഡർ ഗാന്ധി. മറന്നുപോരുത്, ബോർഡർ ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ്. ഓക്കെ,
ഇനി കുറച്ച് വർഷങ്ങളെ നമുക്ക് പരിചയപ്പെടാം. 1915, അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും, സൗത്ത് ആഫ്രിക്ക ടു ഇന്ത്യ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വർഷമാണ് 1950. ഇനി 1917 ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹ. 15 കഴിച്ച് 2 കൂട്ടി 1907 ചമ്പാരൻ സത്യാഗ്രഹ, അദ്ദേഹത്തിന്റെ ഫോഴ്സ് സത്യാഗ്രഹ. പിന്നീടുള്ളത് 1990 ദ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതായത് നമുക്ക് ഏറ്റവും നടുക്കിയ ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പിന്നീട് 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം 1920 ആണ്. പിന്നെ സോൾട്ട് സത്യാഗ്രഹ 1930, ഉപ്പ് സത്യാഗ്രഹം എപ്പോഴാണ്? 1930. ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യ വിടുക എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി നടത്തിയ സമരമാണ് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. പിന്നെ 1947 1947 നമുക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. വി ഗോട്ട് ഇൻഡിപെൻഡൻസ്. യെസ്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കുറേ ക്യാപ്സ്യൂളായിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.